ഇന്നത്തെ സ്പെഷ്യൽ ഒരു പാസ്തയാണ്. നല്ല അടിപൊളി പാസ്തയാണ്, നല്ല സൂപ്പർ ടേസ്റ്റിയാണ്. ഇതുണ്ടോ, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പാസ്ത റെസിപ്പി ആട്ടോ. അപ്പൊ അതെങ്ങനെ ഉണ്ടാക്കണേന്ന് നോക്കാം. ഈ പാസ്തയാട്ടോ ഞാൻ ഉപയോഗിക്കുന്നത്. ആദ്യം നമുക്ക് പാസ്ത വേവിച്ചെടുക്കാം. തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മുടെ ആവശ്യത്തിനുള്ള പാസ്ത ഇട്ട് കൊടുക്കുവാണ്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പാസ്ത അവിടെ ഇരുന്ന് വേവട്ടെ. അതിൽ തന്നെ വേറൊരു പാനും കൂടി അവിടെ വെക്കുന്നുണ്ട്. കുറച്ച് ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കാവേ. ഗാർലിക് ഇവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അതും കൂടെ ഇട്ട് കൊടുക്കുന്നു. ഒരു സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അതും കൂടെ ഇട്ട് കൊടുക്കുവാണ്. മിൻസ്ഡ് ബീഫാണ്, അതും കൂടെ ഇട്ട് കൊടുക്കുവാണ്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നു. മിൻസ്ഡ് ബീഫ് ഇവിടെ ഒരുമാതിരി ആയി വന്നിട്ടുണ്ട്. ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്, അതും കൂടെ ഇട്ട് കൊടുക്കുന്നു. എല്ലാം നന്നായിട്ട് കുക്ക്ഡ് ആയിട്ടുണ്ട്. ഇത് വളരെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കുന്ന പാസ്തയാട്ടോ. ഈ പാസ്ത സോസാണ് ഞാൻ വയ്ക്കുന്നത്, ക്രീമി ടൊമാറ്റോ പാസ്ത സോസ്. കുറച്ച് വെള്ളം കൂടി അതും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് തിളച്ച് വരുന്ന വരെ വെയിറ്റ് ചെയ്യാട്ടോ. തൽക്കാലം ഹെർബും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ബാസിലാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് സ്വീറ്റ് പെപ്പർ ആട്ടോ, ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് ആവി കയറിയാൽ മതി, ഒരു ക്രഞ്ചി ഫീലിംഗ് കിട്ടും കേട്ടോ. പാസ്ത വെന്ത് ഇരിക്കുന്നുണ്ട്. തിളച്ച വെള്ളത്തിൽ നിന്ന് കോരി വെള്ളം ഗ്രേവിക്ക് അതോട്ട് ഇട്ട് കൊടുക്കുവാണ്. മിക്സ് ചെയ്ത് കൊടുത്തേ. അപ്പൊ ഉപ്പെല്ലാം പാകത്തിനാണെന്ന് നോക്കാം. ഗ്രേറ്റഡ് ചീസാണ്, അത് കഴിക്കുന്നതിന്റെ തൊട്ട് മുമ്പ് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ അതുപോലെ നമ്മൾ പാസ്തയും ഗ്രേവിയും കൂടെ മിക്സ് ചെയ്യുമ്പോൾ കഴിക്കുന്നതിന് തൊട്ട് മുമ്പ് മിക്സ് ചെയ്താൽ മതി. ഭയങ്കര ഈസി ആയിട്ടുള്ള പാസ്ത റെസിപ്പി അല്ല. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ.